വാർത്തകളിലേക്ക്. മലപ്പുറം വണ്ടൂരിൽ യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചെന്ന് സംശയം. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യുവാവ് മരിച്ചത്. കോഴിക്കോട് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവായി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ബംഗളൂരുവിൽ പഠിക്കുന്ന 23-കാരൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ആ 23-കാരന് നിപ്പ ആണെന്ന ഒരു സംശയത്തെ തുടർന്ന് കോഴിക്കോട് വൈറോളജി ലാബിൽ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു ശ്രവം. ആ പരിശോധനാ ഫലം പോസിറ്റീവ് ആയിരിക്കുകയാണ്. എങ്കിലും ദേശീയ മാനദണ്ഡം അനുസരിച്ച് ദേശീയ മാനദണ്ഡം അനുസരിച്ച് മാത്രമാണ് നിപ്പ പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാവുക. അതിനായി പൂനെയിലെ വൈറോളജി ലാബിലേക്ക് സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ ഇത് നിപ്പ പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ഔദ്യോഗികമായി അധികൃതർ സ്ഥിരീകരിക്കുകയുള്ളൂ. ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്ന നടുവത്ത് സ്വദേശിയായ ഈ 23-കാരൻ കാലിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് 2 ആഴ്ച മുൻപ് നാട്ടിൽ എത്തിയത്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി, അതായത് ഈ നടുവത്ത് ഈ 23-കാരൻ മരിച്ച 23-കാരന്റെ സ്വദേശമായ നടുവത്ത് നിന്നും 10 കിലോമീറ്റർ അകലെയാണ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി. ആ പ്രദേശത്ത് 14 വയസ്സുകാരൻ നിപ്പ ബാധിച്ച് 2 മാസം മുൻപ് മരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സമ്പർക്കം ഉണ്ടായോ എന്നുള്ള കാര്യമെല്ലാം തന്നെ പിന്നീട് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും അതിന്റെ ഔദ്യോഗികമായ പരിശോധനാ ഫലം, പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ച സ്രവത്തിന്റെ പരിശോധനാ ഫലം അടുത്ത ദിവസം പുറത്തു വരും. അത് പുറത്തു വന്നാൽ മാത്രമേ ഇത് നിപ്പയാണോ അല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാളിദാസ്. ശരി റിയാസ്.